ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത് പ്രഭാവതിയെ കണ്ട് സംസാരിക്കുകയാണ്. അമ്മ ദേവികയെ പോയി കണ്ട് അവളോട് മാപ്പ് പറഞ്ഞിട്ടെങ്കിലും ഈ കല്യാണത്തിന് തടസ്സം നിൽക്കരുത് എന്ന് പറയണം. അപ്പോൾ പ്രഭാവതി പറയണേ, ഞാൻ എങ്ങനെ ശരത്തെ അവളോട് പോയി മാപ്പ് പറയുന്നത്? അമ്മ ഈ ഒരു തവണ മാത്രം ചെയ്താൽ മതി, എനിക്ക് വേണ്ടിയല്ലേ. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം. അതുകൊണ്ടാണ് ഈ കല്യാണം നടന്നിട്ട് ശരത്തെ എന്ത് ഗുണമാണുള്ളത്? അതൊക്കെ ഉണ്ട് അമ്മേ. എനിക്ക് ഗുണമുള്ള കാര്യത്തിനല്ലേ ഞാനിങ്ങനെയൊക്കെ ചെയ്യൂ. അമ്മ എന്തായാലും പോയി ദേവികയുമായി സംസാരിക്കണം, എനിക്ക് വേണ്ടി ഒരു തവണയല്ലേ എന്ന് പറഞ്ഞ് ശരത്ത് നിർബന്ധിച്ച് ദേവികയുടെ അടുത്തേക്ക് പ്രഭാവതിയെ പറഞ്ഞു വിടണം. പിന്നീട് നിരഞ്ജനും അക്ഷരയും പൊന്നുമണിയെ വിവാഹവേഷത്തിൽ അണിയിച്ചൊരുക്കി ശരവണനുമായി വിവാഹത്തിന് ഒരുക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നിരഞ്ജന്റെ അമ്മയ്ക്ക് പൊന്നുമണിയും ശരവണനും തമ്മിലുള്ള വിവാഹം നടക്കുമോ എന്നുള്ള നല്ല ടെൻഷനിലാണ്. അപ്പോൾ നിരഞ്ജന്റെ അമ്മ പറയാണ്, മോളെ, നിന്നെ ഈ വേഷത്തിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ദേഷ്യത്തോടു കൂടി പൊന്നുമണി പറയണ, എന്നിട്ടാണോ എന്നെ ഉപേക്ഷിച്ച് എവിടേക്കോ നാട് വിട്ടു പോയത്? അയാളെക്കുറിച്ച് എന്നോട് കൂടുതൽ പറയാനും സെന്റിമെന്റ്സ് അടിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ല. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിപ്പോൾ കല്ല് പോലെ ആയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചു. ഇനിയെങ്കിലും എനിക്ക് ഇക്കാര്യത്തിലെങ്കിലും ഒന്ന് ജയിക്കണം എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണ, പൊന്നുമണി മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഈ വിവാഹം നടന്നാലാണ് തോൽക്കാൻ പോകുന്നത്. ഈ വിവാഹം നടന്നില്ലെങ്കിലാണ് നീ ജയിക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ വിവാഹം ഉറപ്പായും നടക്കും, ഇത് ഉറപ്പായും നടക്കണം, എങ്കിലാണ് എനിക്ക് ജയം ഉണ്ടാവൂ. ഞാൻ തോൽക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ മാട്രിമോണിയിൽ നിന്നും നല്ലൊരു പയ്യനെ കിട്ടുമായിരിക്കും, പക്ഷേ അതൊന്നും ഒരു ശാശ്വതവുമല്ല. ശരവണനാവുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ അറിയുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹം തന്നെയാണ് നടക്കേണ്ടത് എന്ന് പറയണേ. അപ്പോഴൊക്കെ നിരഞ്ജനും അക്ഷരയും ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്നുള്ള ഭാവത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പൊന്നുമണി ചോദിക്കുകയാണ്, അല്ല, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വാങ്ങണം എന്ന് എനിക്കുണ്ട്. നിങ്ങൾക്കത് സമ്മതമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ അക്ഷര പറയണേ, ചടങ്ങുകളൊന്നും മുടക്കേണ്ട പൊന്നുമണി എന്ന് പറയണേ. അങ്ങനെ അവർ അനുഗ്രഹമൊക്കെ വാങ്ങിയ ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ശരവണൻ കാറിൽ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരവണൻ്റെ കൂട്ടുകാരനുമായി സംസാരിച്ചുകൊണ്ടാണ് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നുമണിയെ വിവാഹം കഴിച്ച ശേഷമാണ് എനിക്കൊന്ന് വലസണം, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ജീവിക്കണം, ഇതുവരെ ജീവിച്ച ജീവിതമായിരിക്കില്ല ഇനി എൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചിട്ട് പോരുന്നത്. എന്നിട്ട് അമ്പലത്തിലെത്തിയ ശേഷം പൊന്നുമണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ താലിയെടുത്ത് പൊന്നുമണിയുടെ കഴുത്തിൽ കെട്ടുന്ന ആ കൃത്യസമയത്ത് തന്നെ താലി കെട്ടാൻ വരട്ടെ എന്ന് പറഞ്ഞൊരു സൗണ്ട് വരികയാണ്. അപ്പോൾ ശരവണൻ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസിനെ കാണുമ്പോൾ ശരവണൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശരവണൻ ചോദിക്കുകയാണ്, എന്താ സാറേ, എന്താണ് താലികെട്ട് ചടങ്ങ് നടത്തുന്നത് ഒരു തടസ്സമുള്ളത്? എനിക്ക് പൊന്നുമണിയെ ഇഷ്ടമാണ്, പൊന്നുമണിക്ക് എന്നെയും ഇഷ്ടമാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ നിനക്കൊരു ഭാര്യയും കുഞ്ഞുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരവണൻ, ഇല്ല സാറേ, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളൊന്നുമില്ല. നീ പറഞ്ഞത് സത്യം തന്നെയാണ്. അതെ സാറേ, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളുമില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പൊന്നുമണിയോട് ചോദിക്കുകയാണ്, ഇവൻ കല്യാണം കഴിച്ചതാണെന്നും അതിലൊരു കുഞ്ഞുങ്ങളുണ്ടെന്നും നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ പൊന്നുമണി പറയണ, അതൊക്കെ പച്ചക്കള്ളം പറയുന്നതാണ്, എൻ്റെയും ശരവണൻ്റെയും വിവാഹം മുടക്കാൻ വേണ്ടി നുണ പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ചെമ്പകത്തെ വിളിക്കുകയാണ്. ചെമ്പകത്തെ കണ്ടതോടുകൂടി ശരവണൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചെമ്പകം, എടാ ദുഷ്ട, നീ എന്നെ ചതിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഷർട്ടിൻ്റെ കോളറയിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പച്ചക്കള്ളമാണ്, എനിക്കറിയില്ല, ഇവരേനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പൊന്നുമണി ഒരു സംശയം വരികയാണ്. അപ്പോൾ പോലീസ് പറയാണ്, നിനക്ക് ഇവരെ അറിയില്ല എന്നാണോ നീ പറയുന്നത്? അതെ, എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞില്ല, എനിക്കിവരെ അറിയുമില്ല. അപ്പോൾ ചെമ്പകം പറയാണ്, ഇവൻ എൻ്റെ ഭർത്താവാണ്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ ഞാൻ ചേച്ചിയുടെ അടുത്താക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോ കോൾ വിളിച്ച് കുഞ്ഞുങ്ങളുമായി സംസാരിച്ചാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തിന്, എനിക്കറിയാത്തവരുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പോലീസ് പറയാണ്, ചെമ്പകം, നീ ശരവണൻ്റെ ഫോണിലേക്ക് വിളിക്കുക. അപ്പോൾ ശരവണന് നിൻ്റെ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചെമ്പകം ഫോൺ വിളിച്ചപ്പോൾ ശരവണൻ്റെ ഫോണിൽ പൊണ്ടാട്ടി എന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കണ്ടതോടുകൂടി പൊന്നുമണിക്ക് കാര്യം മനസ്സിലാവാണ്. അങ്ങനെ പൊന്നുമണി ശരവണൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അപ്പോൾ ശരവണൻ പറയാണ്, പൊന്നുമണി, ഇതൊന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് പറയുമ്പോൾ, എന്നെ ചതിക്കാൻ നോക്കുന്നു ഇവൻ, ഇനി എൻ്റെ മുന്നിൽ നിന്നാൽ ഇവനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, എൻ്റെ കൺമുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പോലീസ് ശരവണനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നുമണി
പൊന്നുമണി ചെമ്പകത്തോട് നന്ദി പറയാണ്. എൻ്റെ ജീവിതം നശിച്ചു പോയേന് നിങ്ങൾ കൃത്യസമയത്ത് വന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പൊന്നുമണി തൊഴുതുകൊണ്ട് ചെമ്പകത്തോട് നന്ദി പറയാണ്. അപ്പോൾ ചെമ്പകം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ മാഷേട്ട ഞാൻ വീണ്ടും തോറ്റു എന്ന് പറഞ്ഞപ്പോൾ നീ തോൽക്കുകയല്ല പൊന്നുമണി ചെയ്തത്, ഇപ്പോൾ നീ ജയിക്കുകയാണ് ചെയ്തത്. അവനെ വിവാഹം കഴിച്ചിട്ട് നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ജീവിതം നശിച്ചേനെ. ഇപ്പോഴാണ് പൊന്നുമണി നീ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊന്നുമണിയെ ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ പൊന്നുമണി വീണ്ടും പൊന്നുമണിയുടെ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പൊന്നുമണി വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് പ്രഭാവതി ദേവികയെ കാണാൻ വേണ്ടി ചെല്ലണം. എന്നിട്ട് ശരത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. നീ നിന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. നീ വിവാഹം മുടക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കണം. എനിക്ക് ഈ വിവാഹം നടക്കുന്നത് കൊണ്ടും നടക്കാതിരിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവും തോന്നുന്നില്ല. ഞാനൊരു അമ്മയാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്, 2 ആൺകുട്ടികൾ. അതിൽ ഒരെണ്ണം ശ്രാവൺ പോയി. ഇനിയിപ്പോൾ ഇവൻ ഇങ്ങനെ തെറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇവനാണ് ഇതിൻ്റെയൊക്കെ പിറകിലെന്ന് പലരും പല കഥകളും പറയുന്നു. പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഞാൻ അത് കണ്ടെത്തും. അതിൻ്റെ ശേഷം മാത്രമാണ് എനിക്ക് എൻ്റെ ശരിയും തെറ്റും തീരുമാനിക്കാൻ അറിയൂ. എനിക്കിപ്പോൾ എൻ്റെ മനസ്സ് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയണേ, ഞാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ കല്യാണം മുടക്കാനാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു തടസ്സത്തിനും ഞാൻ നിൽക്കില്ല. പക്ഷേ ഞാൻ ശരത്തിൻ്റെ അമ്മയാണ്. ഞാൻ അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെയാണ് നിൽക്കൂ. പക്ഷേ നീ നിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. ഈ വിവാഹം മുടക്കണം എന്നുള്ളതാണ് നിൻ്റെ ലക്ഷ്യമെന്ന് എനിക്കറിയാം. നിനക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട് എന്നും എനിക്കറിയാം. അതിലൊന്നാണ് ഈ വിവാഹം മുടക്കുക എന്നുള്ളത്. എനിക്കറിയാം ദേവിക, നീ അതുപോലെ ചെയ്തോ. എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും നിന്നോട് പറയാനില്ല. അവൻ പറയുന്നത് പോലെ എനിക്ക് അനുസരിക്കാനും കഴിയില്ല. ദേവിക പറയട്ടെ, നിങ്ങളൊരു അമ്മയല്ലേ. ശരത്ത് ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവനെ തിരുത്താമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രഭാവതി പറയണ, അവൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവനെക്കുറിച്ച് കുറേശ്ശെ ഞാൻ അറിഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ വിഷമത്തോടു കൂടിയാണ് പ്രഭാവതി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് നിത്യയും ദേവികയും പ്രഭാവതി വന്ന് കണ്ട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നിത്യ പറയണ, പ്രഭാവതി അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുമോ? നമ്മൾ നീക്കുന്ന എല്ലാ കരുക്കളും അറിയാൻ വേണ്ടി, നമ്മുടെ പ്ലാൻ അറിയാൻ വേണ്ടി, ശരത്തിനെ അതെല്ലാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അവർ അഭിനയിക്കുന്നതാണെങ്കിലോ എന്ന് ചോദിച്ചു. ദേവിക പറയണ, അതും ശരിയാണ്. അവരെ വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ പ്ലാനുകളും നമ്മളുടെ രഹസ്യങ്ങളൊന്നും പ്രഭാവതിയുമായിട്ട് എന്തായാലും നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല. അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് അവസാനമാണ് അറിയാൻ കഴിയൂ. അവരിപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ കണ്ട പ്രഭാവതിയല്ല. നല്ല മാറ്റമുണ്ട്. രാവണനെ ഇല്ലാതാക്കിയതും ശരത്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മാറ്റം. എന്തായാലും നമുക്കൊന്ന് സൂക്ഷിച്ചിരിക്കാം. പ്രഭാവതിയെ ശരിക്കും വിശ്വസിക്കാൻ കഴിയില്ല, വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ശ്രാവണനെ ഇല്ലാതാക്കാൻ മടിയില്ലാത്ത ശരത്തിന് അമ്മയെയും ഇല്ലാതാക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. അമ്മ എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായും ശരത്ത് പ്രഭാവതിയെയും ഇല്ലാതാക്കും. അതുകൊണ്ടായിരിക്കും പ്രഭാവതി ഒന്നും അറിയാത്ത ഭാവത്തിൽ ശരത്തിനോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ആ ഒരു പേടി എന്തായാലും പ്രഭാവതിയുടെ മനസ്സിലുണ്ടാകും എന്നൊക്കെ നിത്യയും ദേവികയും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് ദേവിക സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ശരവണനുമായിട്ടുള്ള പൊന്നുമണിയുടെ വിവാഹം നടക്കാതിരുന്നത് അതൊരു നല്ല വാർത്ത തന്നെയാണ്. പക്ഷേ ശരവണൻ അകത്തായിട്ടും ശരത്തിനെ കൊടുക്കാനുള്ള ഒരു വഴിയുമില്ലല്ലോ. അയാൾ ഇപ്പോഴും മൊഴി മാറ്റി പറയുന്നില്ലല്ലോ, മൊഴി ശരത്തിനെതിരെ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയണ, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ശരവണനെ പുറത്തിറക്കാനുള്ള വഴിയാണ് ഞാൻ ഇനി നോക്കുന്നത്. അതോടുകൂടി ശരവണന് നമ്മളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായും ശരത്തിനെതിരെയുള്ള മൊഴിയൊക്കെ അവൻ കൊടുത്തോളും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അല്ല, നിരഞ്ജൻ ഡോക്ടറോട് ഇപ്പോൾ ആ ശരവണന് നല്ല ദേഷ്യമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതിനും ഒരു വഴിയുണ്ട് എനിക്കറിയാം. എന്തായാലും ഞാൻ ശരവണനെ കാണാൻ പോകുന്നുണ്ട് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു ശരവണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ പോലീസിനോട് ശരവണനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് സിദ്ധു പറയാണ്. അപ്പോൾ ശരവണൻ, എന്തിനാണാവോ സാറിപ്പോൾ ഇവിടേക്ക് വന്നത്? എന്നെ നിരഞ്ജൻ ഡോക്ടറാണ് ഇവിടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ശരവണന് ദേഷ്യം പിടിച്ചിട്ട്, എന്തിന് എൻ്റെയും പൊന്നുമൻ്റെയും വിവാഹം മുടക്കിയത് തന്നെ നിരഞ്ജൻ ഡോക്ടറല്ലേ, പിന്നെ എന്തിനാണാവോ എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നത്? നിന്നെ പുറത്തിറക്കാൻ വേണ്ടി നിരഞ്ജൻ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്. അത് ഞാൻ വിശ്വസിക്കും.
വിശ്വസിക്കില്ല. അതെ, സത്യമായിട്ടും നിരഞ്ജൻ ഡോക്ടറാണ് ശരവണനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം എന്ന് പറഞ്ഞത്. അത് നിനക്ക് കൂടി നല്ലതിന് വേണ്ടിയിട്ടല്ലേ? പിന്നെ നിനക്ക് ഇങ്ങനെ ഭാര്യയും കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള കാര്യം നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? നിനക്കങ്ങനെ പൊന്നുമണിയെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാമായിരുന്നില്ലേ? അത് നീ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരവണൻ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. സിദ്ധു ശരവണയെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ശരത്തിനെ കൊടുക്കാനുള്ള ശരവണനെ സഹായിച്ചു കൊണ്ടുള്ള തന്ത്രമാണ് സിദ്ധു ഒക്കെ ഇനി ഒരുക്കുന്നത്. അങ്ങനെ ശരത്തിനുള്ള തെളിവ് ശരവണനാണ് ഏറ്റവും വലിയ തെളിവ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ശരവണനെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള വിശ്വാസം ശരവണനിൽ വരുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സിദ്ധു ശരവണനെ പുറത്തിറക്കി കൊണ്ടുപോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.